കാസർഗോഡ് ബദിയെടുക്കാൻ നൈഫ് റോഡിൽ കോഴി മാലിന്യങ്ങളും മറ്റ് അറവ് മാലിന്യങ്ങളും തള്ളുന്നത് പതിവാകുന്നു. അസഹ്യമായ ദുർഗന്ധവും പകർച്ചവ്യാധികളും വലിയ ആശങ്കയാകുമ്പോൾ ഉടൻ നടപടി വേണമെന്ന ശക്തമായ ആവശ്യവുമായി നാട്ടുകാർ. ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമൊരുക്കി സ്കൈലർ മെൻസ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ. എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളുടെ സ്റ്റിച്ചിങ്ങും ഷൂസും ചെരുപ്പുകളും ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുമ്പളയിലെ ഏറ്റവും വലിയ മെൻസ് വെഡ്ഡിംഗ് കളക്ഷൻ. സ്കൈലർ മെൻസ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ, മീപ്പിരി സെന്റർ, കുമ്പള. കുമ്പള മുള്ളേരിയ KSTP പാതയിലെ ബദിയെടുക്കാൻ നൈഫ് റോഡിൽ കോഴി മാലിന്യങ്ങളും മറ്റ് അറവ് മാലിന്യങ്ങളും തള്ളുന്നത് പതിവാകുന്നു. മൂക്കുപൊത്താതെ പ്രദേശത്തുകൂടി കടന്നുപോകാൻ കഴിയുന്നില്ലെന്ന പരാതിയുമായി യാത്രക്കാരും പ്രദേശവാസികളും. ദിവസേന കെട്ടുകണക്കിന് മാലിന്യങ്ങളാണ് ചാക്കിലാക്കി റോഡരികിൽ തള്ളുന്നത്. പകർച്ചവ്യാധികളടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഹാരിസ് ബദിയെടുക്ക പറഞ്ഞു. ബദിയെടുക്കയിൽ നിന്നും കുമ്പള പോകുന്ന റോഡിൽ പോലീസ് സ്റ്റേഷന് തൊട്ടു താഴെ നൈഫ് ജംഗ്ഷനിൽ ലോഡ് കണക്കിന് മാലിന്യമാണ് ദിവസം തള്ളിക്കൊണ്ടിരിക്കുന്നത്. കേരളം മൊത്തം ഇന്ന് മാലിന്യമുക്ത കേരളമായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബദിയെടുക്ക പഞ്ചായത്ത് ഈ ഗതികേടിലേക്ക് നീങ്ങുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചുറ്റുപാട് താമസിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. രോഗം പടരുന്ന ഒരവസ്ഥയിലാണ് ഈ പെരടാല ഭാഗത്ത് ഇന്നുള്ളത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ആരിത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1-2 ലോഡല്ല. ഇവിടത്തെ ചുറ്റുപാടും താമസിക്കുന്നവർ പറയുന്നത് ദിവസം രാത്രി കൊണ്ടുവന്ന് ലോഡ് കണക്കിനാണ് ചൊരിയുന്നത്. ഇതാരായെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. മാലിന്യം കഴിക്കാനായി എത്തുന്ന തെരുവ് നായ്ക്കളും വലിയൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അതേസമയം പ്രദേശത്തെ ജലസ്രോതസ്സുകളും മറ്റും മലിനീകരിക്കപ്പെടുന്നതായി നാട്ടുകാർ പറഞ്ഞു. പരിസരങ്ങളിൽ ജീവിക്കുന്ന നാട്ടുകാരുടെ സ്വസ്ഥമായ ജീവിതം തന്നെ ദുസ്സഹമാകുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരിസരത്തുള്ള കിണറുകൾ പോലും അവിടുത്തെ ജലങ്ങൾ ഈ പക്ഷിമൃഗാദികളും മറ്റും ഈ മാലിന്യങ്ങൾ കൊത്തിയിട്ടുകൊണ്ട് ഇവിടുത്തെ കുടിവെള്ളം പോലും മുട്ടുന്ന ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബസ് യാത്രക്കാർ പോലും മൂക്കുപൊത്തി പോകേണ്ട സാഹചര്യത്തിൽ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.